ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ചിന്ത മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ നമ്മോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. തുടർന്ന് ഈശോ പറയാണ്, നിന്റെ കൈയോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിയെറിഞ്ഞ് കളയുക. 2 കൈകളും 2 കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുകളോട് നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് 1 കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പം പ്രലോഭനങ്ങൾ, പാപ സാഹചര്യങ്ങൾ, അത് നമ്മൾ ഒഴിവാക്കേണ്ടതും മറ്റുള്ളവർക്കൊരു പാപപ്രേരണയായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ലാത്തതുമാണെന്ന് ഈശോ ശക്തമായിട്ട് പറയുകയാണ്. തുടർന്ന് ഈശോ പറയുന്ന വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആഴത്തിൽ ചിന്തിക്കണം. If your hand or your foot causes you to stumble, cut it off and throw it away. കയ്യോ കാലോ നിനക്കൊരു വീഴ്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് ദൂരെ എറിയുക. It is better for you to enter life maimed or lame, അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത്, than to have 2 hands and 2 feet and to be thrown into eternal fire. 2 കൈയുണ്ട്, 2 കാലുമുണ്ട്, എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ നരകാഗ്നിയിലേക്ക് എറിയപ്പെടുകയാണ്. അപ്പം അതിലും നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പം എത്ര ശക്തമായ പ്രബോധനമാണ് ഈശോ തരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് ഒത്തിരി പാപപ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മുടെ കണ്ണുകൾ കൊണ്ടാ പ്രലോഭനം ഉണ്ടാകുന്നെങ്കിൽ ഈശോ പറയുകയാണ്, ഇഫ് യുവർ ഐ കോസസ് യു ടു സ്റ്റംബിൾ, ടയർ ഇറ്റ് ഔട്ട് ആൻഡ് ത്രോ ഇറ്റ് അവേ. അത് ചൂഴ്ന്നെടുത്തെറിഞ്ഞ് കളയാം. അപ്പം അത്ര ശക്തമായ പ്രബോധനം. അപ്പം നമ്മളങ്ങനെ മനസ്സിലാക്കുക. നമുക്ക് കണ്ണുകൾ കൊണ്ടൊക്കെ നമുക്ക് എത്രയോ പ്രാവശ്യം നമ്മൾ നോട്ടത്തിലെ അശുദ്ധിയിലൂടെ, അല്ലെങ്കിൽ സമ്പത്തിലേക്കുള്ള നോട്ടം, ലോകത്തിലേക്കുള്ള നമ്മളെ നോട്ടം, അതിലൂടെയെല്ലാം നമ്മളിലേക്ക് ഒരുപാട് പാപപ്രലോഭനങ്ങൾ, പ്രേരണകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു കണ്ണ് നമ്മൾ മുറിച്ചെടുത്ത് കളഞ്ഞാൽ അപ്പം നമുക്ക് അടുത്ത കണ്ണിന് പ്രലോഭനം ഉണ്ടാകും. അപ്പം നമ്മൾ ആ കണ്ണും എടുത്ത് മുറിച്ച് കളയേണ്ടി വരും. നമ്മൾ അന്ധരായി ജീവിക്കേണ്ടി വരും. അപ്പം കണ്ണുകൊണ്ടുള്ള പ്രലോഭനം ഈ 2 കണ്ണുകളും മുറിച്ചെടുത്താലോ പൂർണ്ണമായിട്ട് നമുക്ക് തീരുള്ളൂ. ഈശോ പറഞ്ഞത് 1 കണ്ണെടുത്ത് മുറിച്ച് കളയുക. അപ്പോൾ ഇത് ഈശോ അതിലെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൂടെ ഒരു ആത്മീയമായ അർത്ഥം, ഒരു ഉത്ബോധനം നമുക്ക് തരാൻ ഈശോ ഉദ്ദേശിക്കുന്നു. അപ്പം നമ്മുടെ നടപ്പിൽ തെറ്റായ വഴികളിലൂടെ നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ മോഹം, പണത്തിന് വേണ്ടി ജീവിതം, സമയമെല്ലാം പൂർണ്ണമായി അതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ വഴികൾ, പണമുണ്ടാക്കാൻ വേണ്ട വഴികളിലൂടെ നമ്മൾ ഒരുപാട് തവണ നടന്നിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് അനേകം ദുഷ്പ്രവൃത്തികൾ ചെയ്തവരായിരിക്കാം. അപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്കറിയാം കൈകൊണ്ടും
പുറത്തുനിന്ന് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും നമ്മുടെ കണ്ണുകൊണ്ടുമാണ്. ഈശോ അത് ആ 3 അവയവങ്ങളെ പ്രത്യേകം എടുത്തു പറയുക. അപ്പം ഇതൊന്ന് മുറിച്ച് കളഞ്ഞാൽ പ്രായോഗികമായിട്ട് നമുക്കറിയാം, അത്രത്തോളം ഒരു ജീവിത വീക്ഷണം, ഒരു പാപപ്രലോഭനം നമുക്കുണ്ടായി നമ്മുടെ കാലുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാല് മുറിച്ച് കളയാൻ അത്രമാത്രം നമ്മൾ ഒരു തീരുമാനമെടുത്തൊരു കാല് മുറിച്ച് കളയുമോ? ഈശോ അതിൽ നിന്നൊരു ആത്മീയമായ ഉദ്ബോധനം നൽകാൻ, ഒരു സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു ദൈവിക ചിന്തയാണ് നമ്മൾ ഈ ചെറിയ സന്ദേശത്തിൽ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ ഏകസ്ഥരായോ ഒരു അല്ലെങ്കിൽ ഒരു സമർപ്പിത ജീവിതം നയിക്കുമ്പോഴോ ഒക്കെ നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നിനും ഒരു കുറവില്ലാതെ, മറ്റുള്ളവർ നമ്മളെ കളിയാക്കാത്ത രീതിയിൽ, ഒരു പുച്ഛിക്കാത്ത രീതിയിൽ ഒരു നല്ല ജീവിതം, ലോകത്തിൻ്റെ പൂർണ്ണത, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മളിൽ എപ്പോഴും ഉണ്ട്. സാമ്പത്തികമായ ഒരു ചുറ്റുപാട് ഒരുപാട് ആഗ്രഹിച്ചില്ലെങ്കിലും നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഒരുപാട്, ബഹുഭൂരിപങ്കം ആൾക്കാർ. നല്ല വീട്, നല്ല കുടുംബ സാഹചര്യങ്ങൾ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ ജോലികൾ, നല്ല ആഹാരം, ഇനി ഒരു പൂർണ്ണത നമ്മളെല്ലാത്തിലും കാക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകളും നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും, അതായത് നമ്മുടെ നോട്ടം, നമ്മുടെ നടക്കുന്ന വഴികൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ളതായി മാറും. ഞാനത് പറയാൻ കാരണം, ഈ ഭൗതികമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴും നമ്മൾ ദൈവവിശ്വാസമുള്ളവരായിരിക്കും. ഇപ്പം ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മറ്റ് വിശ്വാസങ്ങളിൽപ്പെട്ടവരൊക്കെ ആയാലും അവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ അതോടൊപ്പം ദൈവവിശ്വാസം പുലർത്തുന്നവരുമായിരിക്കും. അപ്പം നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ദൈവത്തിലേക്കായിരിക്കും. ഒരു കണ്ണ് വിശ്വാസികൾ, അത് ഏത് വിശ്വാസത്തിലായാലും, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, നിരീശ്വരാദികളല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ അവരുടെ ഒരു കണ്ണ് എപ്പോഴും ദൈവത്തിലേക്കും മറ്റേ കണ്ണ് ലോകത്തിലേക്കുമായിരിക്കും. അപ്പം നമ്മുടെ നോട്ടം ലോകത്തിൻ്റെ പല കാര്യങ്ങളുമായിട്ട്, അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ മോഹങ്ങളിലേക്ക് നമ്മളെപ്പോഴും നോക്കാൻ പരിശ്രമിക്കും. മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണത്. ആദത്തിലൂടെ നമുക്ക് കിട്ടിയ ആദ്യ പാപത്തിൻ്റെ ബലഹീനതകൾ, ആ തകർച്ചകൾ നമ്മിൽ നിലനിൽക്കുന്നിടത്തോളം കാലം കൃപയുടെ പൂർണ്ണത നമ്മിലില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കൊരു നോട്ടം എപ്പോഴും നമ്മിലുണ്ട്. ഒരു കണ്ണ് ലോകത്തിലേക്കാണ്, എന്നാൽ ഒരു കണ്ണ് നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വെക്കും. കാരണം നമ്മുടെ ജീവിതാവശ്യങ്ങൾ മുടക്കം കൂടാതെ നടക്കണം. ഒരു യഥാർത്ഥ ചിന്തയോടെ ആയിരിക്കില്ല, ജീവിതാവശ്യങ്ങൾ നടക്കണം. മരിച്ച ശേഷം ദൈവത്തിലോട്ട് പോകണം. ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ മോക്ഷം കാണണം. അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഒരു കണ്ണ് ദൈവത്തിലേക്ക് വെക്കും, ഒരു കണ്ണ് നമ്മുടെ ജീവിതത്തിൻ്റെ മോഹങ്ങൾ, നമ്മുടെ സ്വാർത്ഥ മോഹങ്ങൾ, അതിനെയെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ലോകത്തിലേക്കായിരിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കാലുകൾ പലപ്പോഴും ഒരു കാല് നമ്മൾ ദൈവത്തിലേക്ക് വെക്കും. നമ്മുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി പള്ളികളിലോ മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിലോ ഒക്കെ പോകാൻ ഒരു കാല്, അതിന് ആത്മീയമായ അർത്ഥമാണുള്ളത്. നമ്മൾ ഒരു കാല് കൊണ്ട് നടക്കുമെന്നല്ല,
നമ്മുടെ നടപ്പ് പ്രവൃത്തിയിൽ വരുന്ന നമ്മുടെ ശരീരാവയവങ്ങളിൽ ഒന്ന്. ആ പ്രവൃത്തിയുടെ ഒരു ഭാഗം, നടപ്പ് എന്ന പ്രവൃത്തിയുടെ ഒരു ഭാഗം നമ്മൾ ദൈവത്തിലേക്ക് കൊടുക്കും. പക്ഷേ മറ്റേ ഭാഗം, മറ്റേ കാല് ലോകത്തിൻ്റെ വഴിയിൽ കൂടെ നടക്കാൻ. ഉദാഹരണത്തിന്, സമ്പത്ത് നമുക്ക് നേടണം, ഈ ലോകത്തിലുള്ള ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ നേടണം. ആ ഒരു ചിന്ത നമ്മിൽ ഉടമൂലമായിട്ടുള്ളത് കൊണ്ട് നമ്മൾ മറ്റേ കാല് ലോകത്തിൻ്റെ വഴികളിലൂടെ തന്നെ വെക്കും. തെറ്റായ വഴികളിലേക്ക്, പാപ വഴികളിലേക്ക് പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വഴികളിലേക്ക് നമ്മൾ കാലുവെക്കും. നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ നമ്മളെ ഭരിക്കുമ്പോൾ ആ സ്വാർത്ഥ ചിന്തകളെ തൃപ്തിപ്പെടുത്താനുള്ള വഴികളിലേക്ക് നമ്മൾ ഒരു കാല് വയ്ക്കും. എന്നാൽ ഒരു കാല് ദൈവം ശിക്ഷിക്കുമോ, അല്ലെങ്കിൽ മരണശേഷം എന്താകും എന്നുള്ള ഭയത്താൽ നമ്മൾ ദൈവത്തിലേക്ക് പള്ളിയിൽ പോകും, അല്ലെങ്കിൽ മറ്റ് വിശ്വാസികൾ ആരാധനാലയങ്ങളിൽ പോകുമായിരിക്കും. അവരുടെ വിശ്വാസങ്ങൾ അവരെ തൃപ്തിപ്പെടുന്നുണ്ടാകാം. സത്യവിശ്വാസം യേശുക്രിസ്തുവിലാണ്. അവർക്ക് ആ ബോധ്യമില്ലാത്തതുകൊണ്ട് അവരെ അവരുടെ ദൈവങ്ങളിൽ അവർ വിശ്വസിച്ചുകൊണ്ട്, ഏകരക്ഷകൻ യേശുവാണെങ്കിലും അവരവരുടെ വിശ്വാസങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവരവരുടെ ദേവാലയങ്ങളിലേക്ക് പോകും. അപ്പോൾ അവരിലും അന്യമതസ്ഥരിലും അവരുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാല് എപ്പോഴും അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിലേക്കായിരിക്കും. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാല് ഏകരക്ഷകനായ യേശുക്രിസ്തുവിലേക്കും മറ്റേ കാല് ലോകത്തിൻ്റെ പ്രവൃത്തികളിലേക്കും. ഇനി ഒരു കൈ, അപ്പം കൈകൾ കൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൈ നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കും. അത് പാപപ്രവൃത്തികൾക്കായിരിക്കാം, അധർമ്മം ചെയ്യാനായിരിക്കാം. അതല്ല, പാപവും അധർമ്മവും ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ഒരു കൈ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി. മറ്റേ കൈ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തും. അത് കർത്താവ് എന്നെ കാണണം, എൻ്റെ മരണശേഷം കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കണമെന്നുള്ള ചിന്ത. അപ്പം ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആ വചനത്തിലേക്ക് വരികയാണ്. നിൻ്റെ ഒരു കൈയോ ഒരു കാലോ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയണം, എന്നിട്ട് ഒരു കാലുള്ളവനായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മതി. ഈശോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണം, ടയർ ഇറ്റ് ഔട്ട് ആൻഡ് ത്രോ ഇറ്റ് അവേ. അപ്പോൾ ഈശോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ തിരുവചനം നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വചനത്തിൻ്റെ പൊരുൾ കണക്ട് ചെയ്ത് കിട്ടും. ആ വചനം ഇതാണ്: നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്, ഫോർ എ സെർവൻ വിൽ ഹേറ്റ് ദ വൺ ആൻഡ് ലവ് ദ അതർ, ഓർ ബി ഡിവോട്ടഡ് ടു വൺ ആൻഡ് ഡിസ്പൈസ് ദ അതർ. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് വെൽത്ത്. അതായത് ഒരു ഭൃത്തിന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, ഒരുവനോട് ഭക്തി പുലർത്തുകയും മറ്റേയാളെ നിന്ദിക്കുകയും ചെയ്യും. ഒരേ സമയം നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും എന്ന് ഉദ്ദേശിക്കുന്ന ലോകമോഹങ്ങളാണ്, ലോകത്തെയും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഇത് വീണ്ടും നമുക്ക് കണക്ട് ചെയ്ത് തരുന്ന മറ്റൊരു വചനം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം: ലോകത്തോട് മൈത്രി പുലർത്തുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു.
അപ്പം നമ്മൾ നമ്മുടെ ഒരു കണ്ണും നമ്മുടെ ഒരു കാലും നമ്മുടെ ഒരു കൈയും എല്ലാം ദൈവിക ചിന്തകൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നുണ്ടെങ്കിലും മറ്റേ കണ്ണ്, മറ്റേ കൈ, മറ്റേ കാല് ലോകത്തിൻ്റെ പ്രവൃത്തികളിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിനാവശ്യമായ, അനുദിന ജീവിതത്തിനാവശ്യമായ, കുടുംബത്തിനാവശ്യമായ വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ ചെയ്യാനോ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതല്ല. അതിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതിലുപരി ലോകത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത് പാപപ്രവണതകളായിരിക്കാം, അതല്ലെങ്കിൽ ലോകത്തോട് കൂടുതൽ മൈത്രി പുലർത്തിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള കൈകൾ, കാലുകൾ, കണ്ണുകളുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെയാകാം. അതിലേക്ക് പോകുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും ഈ ലോകത്തെ ഒന്നിച്ച് സേവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപപ്രേരണയ്ക്ക് കാരണമാകുന്ന കാല് നിങ്ങൾ മുറിച്ച് കളയണം. പാപപ്രേരണയ്ക്ക്, ലോകത്തിൻ്റെ മോഹത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന നിങ്ങളുടെ കൈകളിലൊന്ന് നിങ്ങൾ മുറിച്ച് നീക്കണം. ലോകത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു കണ്ണ്, മറ്റേ കണ്ണ് ദൈവത്തിലാണ്. ഈ കണ്ണിൻ്റെ ലോകമോഹങ്ങളോടുള്ള പ്രവർത്തനം അത് നിങ്ങൾ പറിച്ചറിയണം. അപ്പം ആ ഒരു കണ്ണാണ് പറിച്ചറിയേണ്ടത്, അല്ല ആ ഒരു കാല് എന്ന് വെച്ചാൽ ആ പ്രവൃത്തിയെ നീ ടയർ ഇറ്റ് ഔട്ട് ആൻഡ് ത്രോ ഇറ്റ് അവേ. എപ്പോഴും ലോകത്തിൻ്റെ മോഹങ്ങൾ ഉണ്ടാകുന്നു കണ്ണിലൂടെ, അപ്പം ആ പ്രവൃത്തി, ആ മോഹത്തെ നീ എന്ത് ചെയ്യണം? ചൂഴ്ന്നെടുത്ത് ദൂരെ എറിയണം. അതുപോലെ പാപ വഴികളിലൂടെ നടക്കാനുള്ള നിന്റെ, അല്ലെങ്കിൽ ലോകമോഹങ്ങളിലേക്ക് നീങ്ങാനുള്ള നിന്റെ കാലിൻ്റെ പ്രവണത, ആ നടപ്പിൻ്റെ പ്രവൃത്തി അതുണ്ടാകുമ്പോൾ അത് നീ മുറിച്ചെടുത്ത് ദൂരെ എറിയണം. നല്ല പ്രവൃത്തികൾക്കായി കാല് ഉപയോഗിക്കുമ്പോൾ അത് മുറിച്ച് കളയാനല്ല ഈശോ പറയുന്നത്. നിന്റെ ഒരു കാല് നീ നിന്റെ സ്വാർത്ഥമോഹങ്ങൾ, പാപപ്രവണതകളാകാം, അതുമല്ല നിന്നെ തൃപ്തിപ്പെടുന്ന, നിന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന മറ്റനേകം കാര്യങ്ങളാകാം. അതിലേക്ക് എപ്പോൾ നീങ്ങുന്നു നീ കാണുന്നുവോ ആ സമയത്ത് നീ ആ പ്രവൃത്തിയെ, ആ പ്രേരണയെ മുറിച്ചെടുത്ത് ദൂരെ എറിയണം. അതുപോലെ കൈകൾ കൊണ്ട് നീ ഒരു പാപപ്രവൃത്തി ചെയ്യാനാണ്, അല്ലെങ്കിൽ നിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്, ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാനാണ്, നിന്റെ കണ്ണിലത് നല്ലതാണെങ്കിലും മനസാക്ഷി പറയുകയാണ് അത് ചെയ്യരുത്. ആ പ്രവൃത്തിയെ എന്ത് ചെയ്യണം? പ്രവൃത്തിയാനുള്ള പ്രേരണയെ നീ മുറിച്ച് നീക്കണം. അപ്പം നമുക്കെന്ത് വരും? നമുക്ക് ഒരു കാലേ ഉള്ളൂ, ഒരു കയ്യേ ഉള്ളൂ, ഒരു കണ്ണേ ഉള്ളൂ. അതായത് ദൈവികമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആ കയ്യ്, അതായത് ആ പ്രവൃത്തിക്കുള്ള പ്രേരണ, ദൈവികമല്ലാത്ത വഴികളിലൂടെ നടക്കാനുള്ള കാലിൻ്റെ പ്രേരണ, ദൈവികമല്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ പ്രവണത, രണ്ട് പ്രവണതയാണ്. ഒന്ന് ദൈവത്തിലേക്ക് നോക്കി ജീവിക്കാനുള്ള പ്രേരണ. അതുകൊണ്ടാണ് കൊളോസ്സസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. കൊളോസസ് 3:1-2 തിരുവചനങ്ങളാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ, നമ്മുടെ പ്രവൃത്തിയുടെ ശ്രദ്ധ മുഴുവൻ, നോട്ടത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഉന്നതത്തിലുള്ള ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കണം. മറ്റേ ശ്രദ്ധയാണ്
മറ്റേ ശ്രദ്ധയിലേക്കുള്ള നിന്റെ പ്രവൃത്തിയാണ് നീ ഒരു കൈ കൊണ്ടും ഒരു കാല് കൊണ്ടും ചെയ്യുന്നത്, അതുപോലെ ഒരു കണ്ണുകൊണ്ടും ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവൃത്തിക്കുള്ള പ്രേരണയെ നീ മുറിച്ചെടുത്ത് ദൂരെ ഇടണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ണേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കണ്ണാണ്. നമ്മൾ ഓൾറെഡി ഒരു കണ്ണ് ദൈവത്തിലാണ്. വിശ്വാസിയെ സംബന്ധിച്ച് ഒരു കണ്ണ് എപ്പോഴും ദൈവത്തിലാണ്, മറ്റേ കണ്ണ് ലോകത്തിലാണ്. ആ കണ്ണിൻ്റെ പ്രവൃത്തികൾ നന്മ പ്രവർത്തിക്കായും ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കണ്ണ് തന്നെയാണ്. എന്നാൽ അത് പാപപ്രവൃത്തികളിലേക്ക് ലോകമോഹങ്ങളിലേക്ക് നീങ്ങുമ്പം അത് ലോകത്തിൻ്റെ കണ്ണായിട്ട് മാറും. ആ കണ്ണാണ്, ആ പ്രവൃത്തിയാണ് നമ്മൾ ചൂഴ്ന്നെടുത്ത് ദൂരെ എറിയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കണ്ണും അല്ലെങ്കിൽ ആ കണ്ണിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമായിട്ട് മാറും. അപ്പോൾ നമുക്കൊരു കണ്ണേ ഉള്ളൂ. പിന്നീട് ആത്മീയ ദൃഷ്ടിയിൽ നമുക്കൊരു കണ്ണേ ഉള്ളൂ. അങ്ങനെ പാപ വഴികളിലൂടെ നടക്കാനുള്ള പ്രേരണ തരുന്ന പ്രവൃത്തിയെ നീ ഉന്മൂലനം ചെയ്യുമ്പോൾ, നശിപ്പിച്ച് കളയുമ്പോൾ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളതിനെ നശിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ കാല് മറ്റേ കാല് നമുക്കറിയാം, അത് ദൈവിക പ്രവൃത്തികൾക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കാലാണ്. നന്മപ്രവർത്തികൾ, ഉന്നതത്തിലുള്ള ദൈവം വസിക്കുന്ന ഉന്നതത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന മറ്റേ കാല്, ആ കാലിനോട് ചേരും ഈ കാലും. അപ്പോൾ പിന്നീട് നമുക്ക് വരുമ്പം ആത്മീയ ദൃഷ്ടിയിൽ നമുക്ക് രണ്ട് കാലിൽ ഒരു കാലേ ഉള്ളൂ. ആ കാലുകളുടെ പ്രവർത്തനവും പൂർണ്ണമായിട്ടും ദൈവിക കാര്യങ്ങളിലേക്ക് മാറി. അതുപോലെ കൈകളുടെ പ്രവർത്തനവും നമ്മൾ ഇങ്ങനെയുള്ള പാപപ്രവർത്തികൾ, ലോകമോഹങ്ങൾ, അതിലേക്കുള്ള പ്രവർത്തികളെ പൂർണ്ണമായിട്ടും നമ്മൾ വേണ്ടെന്ന് വെച്ച് നശിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളവിടെ എന്തു ചെയ്യും? ആ പ്രവൃത്തിയെ മുറിച്ചു മാറ്റുക, എന്നിട്ടത് എറിഞ്ഞു കളയുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ കൈയും ദൈവിക പ്രവൃത്തികൾക്കുള്ള കൈയായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾക്കുള്ള കൈയായിട്ട് മാറും. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. നമ്മൾ ആ വഴിയിൽ കൂടി നടക്കണം. മറ്റേ വഴി വിശാലവും അതിലൂടെ പ്രവേശിക്കുന്നവർ ഒരുപാട് പേരാണ് നാം സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കണമെങ്കിൽ നമ്മുടെ രണ്ട് കാലുകളും ഒരു കാലായി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നാശത്തിൻ്റെ വിശാലമായ വഴിയിലേക്ക് മറ്റേ കാല് നീളും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 13 മുതൽ 14, 17 വചനങ്ങളിലാണ് നമ്മൾ കാണുന്നത്. നാശത്തിലേക്കുള്ള വഴി വിശാലമായ വഴിയാണ്, അതിലൂടെ ഒരുപാട് പേര് പോകുന്നുണ്ട്. നമ്മൾ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഒറ്റക്കാലായിട്ട് മാറും, നമ്മുടെ കൈകൾ ഒരു കൈയായിട്ട് മാറും, നമ്മുടെ കണ്ണുകൾ ഒരു കണ്ണായിട്ട് മാറും, ശ്രദ്ധ മുഴുവൻ ദൈവത്തിലേക്കായി മാറും. എഫെസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഒരു വ്യക്തത കൈവരും. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം നല്ല പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ കണ്ണുകൾ ശുദ്ധമായിരിക്കണം. മത്തായി സുവിശേഷം 6:22 ഈശോ പറയാണ്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് ആരോഗ്യമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതല്ലെങ്കിൽ കണ്ണ് ഇരുട്ട് നിറഞ്ഞതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി നമ്മെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ സൽപ്രവർത്തികൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈ സൽപ്രവർത്തികളല്ല പലപ്പോഴും ചെയ്യുന്നത്. പ്രവർത്തികൾ വരുന്നത് തുടക്കം നമ്മുടെ ചിന്തയിൽ നിന്നും, പിന്നീട് നമ്മുടെ നോട്ടത്തിൽ നിന്നും, പിന്നെ കൈകളും കാലുകളും ഉപയോഗിച്ചാണ്. അപ്പം ബാഹ്യമായ ചിന്ത ഉള്ളിൽ നിന്നാണ് വരുന്നത്. ബാഹ്യമായ അവയവങ്ങൾ നോക്കുമ്പോൾ കണ്ണും കയ്യും കാലുമാണ് പ്രവർത്തിക്കുന്നത്. ആ കണ്ണും കയ്യും കാലും ദൈവം നമ്മെ മുൻകൂട്ടി അവിടുന്ന് തന്നെ ഒരുക്കിയ പ്രവർത്തികൾക്കായി
നമ്മൾ സൃഷ്ടിച്ചപ്പോൾ ആ പ്രവൃത്തികൾക്ക് വേണ്ടി ഈ അവയവങ്ങൾ മുഴുവൻ നീക്കി വെക്കണം. ഒന്ന് ലോകത്തിൻ്റെ പ്രവൃത്തിക്ക്, ഒന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നീക്കി വെച്ചാൽ പോരാ. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തിരിയണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു കണ്ണേ ഉള്ളൂ, അംഗവിഹീനനാണ് നമ്മൾ. ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു കാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കൈയേ ഉള്ളൂ. കാരണം ലോകം നമ്മെ നോക്കി പറയും, ഇവനൊരു വിഡ്ഢിയാണ്. ലൗകിക കാര്യങ്ങൾ, അനേക മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ, ലോകത്തിലുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ആസ്വദിക്കാതെ എന്തോ സ്വപ്നം കണ്ട് നടക്കുന്ന ജീവിയെപ്പോലെ ദൈവിക കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിച്ച് നടക്കുന്ന മനുഷ്യരായ നമ്മളെ പുച്ഛിക്കും. അപ്പം അവരുടെ ദൃഷ്ടിയിൽ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്കൊരു കൈയും ഒരു കാലും ഒരു കണ്ണുവേ ഉള്ളൂ. മറ്റുള്ളവരെ നമ്മളെ അങ്ങനെയാണ് വീക്ഷിക്കുന്നത്. നമ്മൾ അംഗവിഹീനരായി അവരുടെ ദൃഷ്ടിയിൽ കാണപ്പെടും. ഈശോദാ പറഞ്ഞ് അംഗവിഹീനരായി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മുമ്പിൽ അംഗവിഹീനരായി മാറുക. കൈകൾ രണ്ടും ഒന്നായി അപ്പോൾ ഒരു കൈയേ ഉള്ളൂ, കാലുകൾ രണ്ടും ഒന്നായി ദൈവിക പ്രവർത്തികൾക്കായി ഒരു കാലേ ഉള്ളൂ, കണ്ണുകൾ രണ്ടും ഒന്നായി. എന്നാൽ ലോകത്തിൽ ജീവിക്കുന്നവർ ഒന്ന് ലോകപ്രവർത്തികൾക്ക്, പാപപ്രവർത്തികൾക്ക്, രണ്ടാമത്തേത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പം ലോകത്തിൻ്റെ മുമ്പിൽ അംഗവിഹീനനാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിലും ദൈവിക ദൃഷ്ടിയിൽ നമ്മുടെ കാലുകൾ ഒന്നിച്ചതാണ്. നമുക്ക് കാലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, കൈകൾ ഒന്നിച്ചു, കണ്ണുകൾ ഒന്നിച്ചു, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടത് മാറി. അപ്പം ആ ഉന്നതമായ ചിന്തയാണ് ദൈവം നമുക്ക് ഇതിലൂടെ തരുന്നത്. അല്ലാതെ നമുക്ക് ഒരു കണ്ണ് മുറിച്ചെറിഞ്ഞ് കളഞ്ഞോ, ഒരു കണ്ണ് മുറിച്ചെറിഞ്ഞ് കളഞ്ഞാലും അടുത്ത കണ്ണ് കൊണ്ട് പാപപ്രലോഭനം ഉണ്ടാവും. അപ്പോൾ അടുത്ത കണ്ണ് മുറിച്ചെറിയേണ്ടി വരും. ഒരു കൈ മുറിച്ചെറിഞ്ഞാലും അടുത്ത കൈ കൊണ്ട് പാപപ്രലോഭനം ചെയ്യാനുള്ള പ്രേരണ വരും, പ്രലോഭനങ്ങൾ പാപം ചെയ്യാനുള്ള പ്രേരണ വരും. ഒരു കാല് മുറിച്ചാലും അടുത്ത കാല് കൊണ്ട് ചെയ്യാനുള്ള പ്രേരണ വരും. അപ്പം ആത്മീയമായ സന്ദേശം കർത്താവ് നൽകുന്നത് ലോകത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നീങ്ങുന്ന നമ്മുടെ പ്രേരണകൾ നമ്മൾ മുറിച്ച് നീക്കും. പാപപ്രവർത്തികളിലേക്ക് നീങ്ങുന്ന നമ്മുടെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ പുറപ്പെടുന്നത് കണ്ണിൽ നിന്നാകാം, കയ്യിൽ നിന്നാകാം, കാലിൽ നിന്നാവാം. ആ പ്രേരണയെ മുറിച്ച് നീക്കി ദൂരെ എറിയണം. മുറിച്ച് നീക്കുമ്പം നമ്മുടെ ഈ അംഗങ്ങൾ മുഴുവൻ ആത്മീയ ദൃഷ്ടിയിൽ പൂർണ്ണമായും ഉന്നതത്തിൽ ക്രിസ്തു വസിക്കുന്ന ദൈവികമായ ഭവനത്തിലേക്ക്, ആ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കണ്ണുകളും ഞങ്ങളുടെ കൈകളും ഞങ്ങളുടെ കാലുകളും അതുപോലെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റവയവങ്ങളും എല്ലാം അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ അങ്ങ് മുൻകൂട്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി അത് മാത്രം ചെയ്യുന്നവരായി ഞങ്ങൾ മാറണം. അതിനുവേണ്ടി പാപപ്രലോഭനങ്ങളെ പരിശുദ്ധാത്മ ശക്തിയാൽ മുറിച്ചു ദൂരെ എറിയാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് തരണമേ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നീക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് കർത്താവെ, ഈ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തി നിത്യജീവിതത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.